ഹായ് ഗൈസ്. ഹായ്. അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 4 മാസമാവണം. ജനുവരി 1 തീയതിയാണ് വണ്ടി എടുത്തത്. അപ്പോൾ അന്ന് മുതൽ ഈ വണ്ടിയിൽ ഞാൻ ചെയ്തേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് പേര് മെയിനായിട്ട് ചോദിച്ച കാര്യമാണ് ഈ വൈസറിൻ്റെ കേസ്, ഹെഡ്ലൈറ്റ് കൗളിൻ്റെ കേസ്. അപ്പോൾ ഞാൻ ഒന്നേന്ന് മുതൽ തുടങ്ങാം. ഫസ്റ്റ് ഞാൻ ചെയ്തതാണ് ഈ ഗ്രാബ് റെയിൽ. ഇത് വന്ന് HT എക്സോസ്റ്റ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിൽ നിന്നാണ് വാങ്ങിച്ചത്. 1200 രൂപ. HT എക്സോസ്റ്റ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ അവൈലബിൾ. HT എക്സോസ്റ്റ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. 1200 രൂപ. ഇതെല്ലാം ഒട്ടുമിക്ക XSR ഓണേഴ്സും വെക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഞാൻ രണ്ടാമത് വെച്ചതാണ് ഈ കാണുന്ന ഫുഡ് ട്രസ്റ്റ്, പില്ലിയൻ ഫുഡ് ട്രസ്റ്റ്. പക്ഷേ ഇത് വെച്ചതിനൊരു അബദ്ധം പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് MT-15 ആണ്. ഞാൻ ഓർത്തു ഇത് സെയിം ആയിരിക്കും എന്ന് ഓർത്താണ് വെച്ചത്. പക്ഷേ ഇതിനൊരു ചെറിയൊരു പൊസിഷൻ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ സ്ക്രൂ ചെയ്യണ ഹോള് ഇതായിട്ട് കമ്പാറ്റബിൾ അല്ല. അങ്ങനൊരു വ്യത്യാസം ഇതിന് വന്നു. പക്ഷേ സംഭവം പർപ്പസ് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ബാക്കിലിരിക്കുന്ന ലേഡീസ് ഫുഡ് ട്രസ്റ്റ് ബാക്കിലിരിക്കുന്ന ലേഡീസാണെങ്കിൽ നമുക്കിങ്ങനെ തൽക്കാലം വെക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഇത് മാറ്റും, നല്ല സാധനം വെക്കും. പിന്നെ ഞാൻ ചെയ്തതാണ്, പിന്നെ ചെയ്തൊരു ആക്സസറി അല്ല, ജസ്റ്റ് ഒരു മോഡിഫിക്കേഷൻ പോലെ ചെയ്തതാണ് ഈ കാണുന്ന ടെയിൽ. ഞാൻ ഷോട്ട് ചെയ്തു. നമ്പർ പ്ലേറ്റ് മുകളിലേക്ക് വെച്ചിട്ട് ക്ലാമ്പ് ചെയ്ത് ഞാൻ ടെയിൽ ഷോട്ട് ചെയ്തു. ഓക്കെ, എനിക്ക് ടെയിൽ ടൈഡി വെക്കുന്നതിന് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പിന്നെ നെക്സ്റ്റ് ഞാൻ ചെയ്തതാണ് ഈ ആമസോണിൽ നിന്നൊരു ജസ്റ്റ് ഒരു ടാങ്ക് പാഡ് വാങ്ങിച്ച് ഒട്ടിച്ചത്. കാരണം ഇത് അത്യാവശ്യമാണ്. കാരണം ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ടാങ്ക് പാഡ് വാങ്ങിച്ചത്. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ, നല്ല ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഞാൻ ചെയ്തതാണ് ഈ കാണുന്ന മഡ് ഗാർഡ് എക്സ്റ്റൻഡർ. നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ചെളി അടിക്കാണ്ടിരിക്കാൻ, നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ചെളി അടിച്ച് കയറാണ്ടിരിക്കാൻ വെച്ച സാധനമാണ് ഈ മഡ് ഗാർഡ് എക്സ്റ്റൻഡർ ഈ കാണുന്നത്. സോ ഇതാണ് ഞാൻ നെക്സ്റ്റ് ആയിട്ട് ചെയ്തത്. ഇതും യൂണിവേഴ്സലാണ്, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് പരിപാടി, അതായത് പിന്നെ ഞാൻ ചെയ്ത എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഈ വൈസർ. കാര്യം എനിക്ക് വണ്ടി ഇറക്കുമ്പോൾ ഷോറൂമിൽ നിന്ന് എനിക്ക് കഫേ റേസറിൻ്റെ വൈസർ വെച്ച് ഇറക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ അതിൻ്റെ അവൈലബിലിറ്റിയും അതിൻ്റെ റേറ്റ് വന്നിട്ട് ഓൾമോസ്റ്റ് 8000 രൂപ അടുപ്പിച്ച് വരും. സോ ഇത് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ എന്താ പറയുക, ഒരു ഡൽഹിയിലെ ഒരു പേജ്, യൂണിവേഴ്സലാണ് സാധനം. ഡൽഹിയിലെ ഒരു പേജിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അവരോട് ഞാൻ ചോദിച്ചു, സാധനം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താണ് ഇത് ഡയറക്റ്റ് ഫിറ്റല്ല, കുറച്ച് കട്ടിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായി. സോ അങ്ങനെ നമ്മുടെ ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി സൈഡ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ക്ലാമ്പ് അടിച്ചിട്ടാണ് ഞാൻ ഈ സെറ്റ് ചെയ്തേക്കുന്നത്. കുറച്ച് പണിയായിരുന്നു, പക്ഷെ നമുക്ക് ഓൾമോസ്റ്റ് ആ ഒരു കഫേ റേസറിൻ്റെ ഒരു വൈസറിൻ്റെ ഏകദേശം ആ ഒരു ലുക്ക് തന്നെ കിട്ടും ഇത്. സോ അങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഇനി നെക്സ്റ്റായിട്ട് നമുക്ക് വെക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷാർക്ക് ഫിൻ മഡ് ഗാർഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വെക്കണം. പിന്നെ ക്രാഷ് ഗാർഡ് വെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കണം. പിന്നെ ബാർ ആൻഡ് മിറർ, ഇതും മെയിനായിട്ട് ചോദിച്ചൊരു കാര്യമാണ്. ഞാനൊരു ബെസ്റ്റ് ബാർ ആൻഡ് മിറർ വണ്ടിക്ക് ഏതാണെന്ന് കുറേ തപ്പി നടന്നു. അങ്ങനെ എനിക്ക് കിട്ടിയതാണിത്. ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇത് ഒരു അണ്ടർ 400 റുപ്പീസിനാണ് കിട്ടിയത്. യൂസ് കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എന്താ പറയുക ബ്ലൈൻഡ് സ്പോട്ട് മിറർ വെച്ച് നമുക്ക് ഇതിനകത്തപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് വണ്ടി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ചെറിയൊരു യൂസ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. മറ്റത് മിറർ മാത്രമായിട്ട് വെച്ചാൽ വലിയ യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. വൈസറിൻ്റെ റേറ്റ് വന്നിട്ട് 1600 പ്ലസ് ഷിപ്പിംഗ് വരും. അല്ല, 1650 ടോട്ടൽ. ഇത് അണ്ടർ 400 റുപ്പീസ്, അത് 300. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിലവിൽ ഞാൻ വണ്ടിയിൽ ചെയ്തേക്കുന്നത്. ഇനി പുതിയ സാധനങ്ങൾ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളിടാം. ഓക്കെ.